ഒരു കസ്റ്റമർ നമ്മളടുത്ത് പർച്ചേസ് ചെയ്തു അല്ലെങ്കിൽ നമ്മളടുത്ത് ഓൺ ബോർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ കസ്റ്റമറെ ത്രൂ ഔട്ട് നമ്മളെ കൂടെ നിർത്താൻ എങ്ങനെയൊക്കെ ആ കസ്റ്റമറെ കെയർ ചെയ്യണം, ആ കസ്റ്റമറുമായുള്ള സ്ട്രോങ് റിലേഷൻഷിപ്പ് എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നതൊരു കൾച്ചറായി കൊണ്ട് നടക്കണം എന്ന് കൃത്യമായി വരച്ച് കാണിക്കുകയാണ് ഡൊമിനോസ് പിസ്സ നമ്മളെ മുമ്പിൽ ചെയ്തത്. യുഎസിലെ ഒറിഗൺ സ്റ്റേറ്റിലെ സെയിലം എന്ന് പറയുന്ന ലൊക്കാലിറ്റിയിൽ 2016 ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി. വർഷങ്ങളായി ദിവസേന എന്നോണം ഡൊമിനോസ് പിസയിൽ ഓൺലൈൻ ഓർഡർ പ്ലേസ് ചെയ്യുന്ന ഒരു കസ്റ്റമർ. അദ്ദേഹത്തിൻ്റെ പേര് ക്രിക് അലക്സാണ്ടർ എന്നാണ്. കുറച്ച് ദിവസങ്ങളായി ഇദ്ദേഹത്തിൻ്റെ ഓർഡറൊന്നും വരാത്തത് ആ ഔട്ട്ലെറ്റിലെ ഡൊമിനോസിൻ്റെ ഔട്ട്ലെറ്റിലെ എംപ്ലോയീസ് അതിന് നോട്ടീസ് ചെയ്യുകയും അവരുടെ GMനെ അവരത് അറിയിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ കസ്റ്റമർ ഡാറ്റാബേസ് നോക്കുമ്പോൾ GMന് മനസ്സിലായത് അദ്ദേഹം കഴിഞ്ഞ 7 വർഷത്തോളമായിട്ട് ദിവസേന എന്നോണം ഡെയിലി ബേസിസിൽ ഓർഡർ പ്ലേസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ കഴിഞ്ഞ 11 ദിവസമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു റെസ്പോൺസും ഇല്ല, ഒരു ഓർഡർ പോലും വന്നിട്ടില്ല. അപ്പോൾ ഈ GM സാറ ഫുള്ളർ എന്ത് ചെയ്തു, ആ റൂട്ടിൽ പോകുന്ന ഡ്രൈവർ ട്രേസി ഹാമ്പിളിനോട് ആ കസ്റ്റമറെ നേരിട്ടൊന്ന് പോയി മീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. ഡ്രൈവർ ആ കസ്റ്റമറുടെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് എന്തോ പന്തികേട് തോന്നുകയാണ്. ലൈറ്റ്സ് ഒക്കെ ഓണാണ്, TV പ്ലേ ചെയ്യുന്ന ശബ്ദം പുറത്തേക്ക് കേൾക്കുന്നുണ്ട്, പലതവണ കോളിംഗ് ബെൽ അടിച്ചിട്ടും ഒരു റെസ്പോൺസും ഇല്ല, ഫോൺ ഡയൽ ചെയ്ത് നോക്കിയിട്ട് പിക്ക് ചെയ്യുന്നില്ല. വീണ്ടും തന്നെ ഈ ഡ്രൈവർ കൗണ്ടി പോലീസിനെ വിവരം അറിയിക്കുകയാണ്. പോലീസ് എത്തി ഡോറ് തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് വളരെ സീരിയസ് ഹെൽത്ത് കണ്ടീഷനിൽ നിസ്സഹായനായി മരണത്തോട് മല്ലടിക്കുന്ന അലക്സാണ്ടറെയാണ് കാണുന്നത്. ഉടൻ തന്നെ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും എമർജൻസി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും ജീവൻ രക്ഷിക്കാൻ സാധിക്കുകയും ചെയ്തു. സൂപ്പർ ബ്രാൻഡ് ഒരു കസ്റ്റമറുടെ ലൈഫ് സേവ് ചെയ്ത ഒരു മനോഹരമായ കഥയാണ് ഇപ്പോൾ നമ്മൾ പങ്കുവച്ചത്. റെഗുലറായി ബിസിനസ് തരുന്ന ഒരു കസ്റ്റമറെ എത്രത്തോളം കെയർ ചെയ്യുന്നു, ആ കസ്റ്റമറെ ഒരു ഫാമിലി മെമ്പറെ പോലെ കാണാനുള്ള ഒരു കൾച്ചർ, ഒരു കസ്റ്റമർ സർവീസിൽ അവർ കാണിച്ച ആ ഒരു ജാഗ്രതയാണ്, കുറഞ്ഞ ദിവസങ്ങളുടെ റെസ്പോൺസ് കാണാതിരുന്നപ്പോൾ അവർ കാണിച്ച ആ ഒരു ജാഗ്രതയാണ് ആ കസ്റ്റമറുടെ ലൈഫ് സേവ് ചെയ്യാൻ പോലും അവിടെ സാഹചര്യമായത്. അപ്പോൾ ഒരു കസ്റ്റമർ നമ്മളടുത്ത് പർച്ചേസ് ചെയ്തു അല്ലെങ്കിൽ നമ്മളടുത്ത് ഓൺ ബോർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ കസ്റ്റമറെ ത്രൂ ഔട്ട് നമ്മളെ കൂടെ നിർത്താൻ എങ്ങനെയൊക്കെ ആ കസ്റ്റമറെ കെയർ ചെയ്യണം, ആ കസ്റ്റമറുമായുള്ള സ്ട്രോങ് റിലേഷൻഷിപ്പ് എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നതൊരു കൾച്ചറായി കൊണ്ട് നടക്കണം എന്ന് കൃത്യമായി വരച്ച് കാണിക്കുകയാണ് ഡൊമിനോസ് പിസ്സ നമ്മളെ മുമ്പിൽ ചെയ്തത്.